എല്ലാവർക്കും കേരള കിച്ചൺ മോംസ് റെസിപ്പിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇഡ്ഡലിയെക്കുറിച്ച് പറയുന്നതിന് വേണ്ടിയുള്ളൊരു വീഡിയോ ആണ്. അതായത് നമ്മൾ സാധാരണ അരിമാവ് അരച്ചു വെച്ചിട്ട് പിറ്റേ ദിവസമാണ് നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കുന്നത്. കൂടി വന്ന 1-2 ദിവസം നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കാറുണ്ട്. പക്ഷേ രണ്ടാമത്തെ ദിവസം ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ ആദ്യത്തെ ദിവസം കിട്ടുന്ന അത്രയും നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടാറില്ല. എന്നാൽ ഞാൻ ഈ പറയുന്ന രീതിയിൽ ഇഡ്ഡലി മാവ് അരച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരാഴ്ച വരെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി ഉണ്ടാക്കാനായിട്ട് പറ്റും. അതായത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ഉണ്ടാക്കുമ്പം നല്ല സോഫ്റ്റ് ഇഡ്ഡലി കിട്ടും. അതായത് ആദ്യത്തെ ദിവസം നമ്മൾക്ക് കിട്ടുന്ന അതേ സോഫ്റ്റിൽ തന്നെ നന്നായിട്ട് നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതിനെക്കുറിച്ച് പറയുന്നതിന് വേണ്ടിയുള്ള വീഡിയോ ആണ് ഇന്നത്തേത്. സാധാരണ നമ്മൾ ഇഡ്ഡലി മാവ്, അതായത് നമ്മൾ ഇഡ്ഡലിക്കായാലും ദോശയ്ക്കായാലും അരി അരയ്ക്കുന്നത് അത് ഒന്നിച്ച് സാധാരണ അതായത് അരിയും ഉഴുന്നും കൂടെ ഒന്നിച്ചിട്ട് നമ്മൾ അരച്ചെടുക്കുക ഒരു പതിവുണ്ട്. പക്ഷെ പണ്ടൊക്കെ നമ്മുടെ അമ്മമാരൊക്കെ ചെയ്യുന്നത് വെച്ചാൽ ഉഴുന്ന് സെപ്പറേറ്റ് ആയിരിക്കും, പിന്നെ അരി സെപ്പറേറ്റ് ആയിരിക്കും, പിന്നെ രണ്ടും കൂടെ ഒന്നിച്ച് മിക്സ് ചെയ്യുക, അതായത് നമ്മുടെ ആട്ടുകല്ലിലൊക്കെ അരച്ച് എടുക്കാറുണ്ട്. അപ്പോൾ ആ ഒരു ഇഡ്ഡലിക്കൊക്കെ നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ സാധാരണ ഇപ്പം നമ്മൾ സമയം ലാഭിക്കാൻ വേണ്ടി എളുപ്പത്തിന് ഒന്നിച്ച് നമ്മൾ മിക്സർ ജാറിലിട്ട് അരയ്ക്കുകയാണ് പതിവ്. പക്ഷെ അങ്ങനെ അരയ്ക്കുമ്പം നമുക്ക് ഫസ്റ്റ് ഡേയിലും സെക്കൻഡ് ഡേയിലൊക്കെ നല്ല സോഫ്റ്റായിട്ട് ഇഡ്ഡലി കിട്ടാറുള്ളൂ. പിന്നെ അങ്ങോട്ട് ഇരുന്ന് കഴിഞ്ഞാലും നല്ല ഹാർഡായിട്ട് കിട്ടാറുള്ളൂ. സാധാരണ നമ്മൾ ഇഡ്ഡലിക്ക് വേണ്ടി അരി ഇടുമ്പോൾ ഒരു ഗ്ലാസ് അരിക്ക് ഒരു 1/4 ഗ്ലാസ് ഉഴുന്ന്, ആ കണക്കാണല്ലോ. അതുപോലെ തന്നെ 1 ടീസ്പൂണ് ഉലുവ. ഇത്രയാണ് സാധാരണ നമ്മൾ ഇഡ്ഡലിക്ക് വേണ്ടി എടുക്കുന്ന ആ അളവെന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ അങ്ങനെ അരി എടുക്കുന്ന സമയത്ത് അരി സെപ്പറേറ്റ് കുതിർക്കുക, ഉഴുന്നും ഉലുവയും കൂടെ സെപ്പറേറ്റ് ആക്കി കുതിർക്കാൻ വേണ്ടി വയ്ക്കുക. അപ്പോൾ നമ്മൾ അരി അരയ്ക്കുന്ന സമയത്ത്, അതായത് നമ്മൾ മാവ് തയ്യാറാക്കുന്ന സമയത്ത് ആദ്യം നമ്മൾ ഈ ഉഴുന്നും ഉലുവയും കൂടെ ഒന്നിച്ച് വേണം അരച്ചെടുക്കാൻ. അപ്പോൾ കുറച്ച് ധാരാളം വെള്ളം ഒഴിക്കരുത്, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല സോഫ്റ്റായിട്ട് വേണം നമ്മുടെ ഈ ഉഴുന്ന് അരച്ചെടുക്കാൻ വേണ്ടി. സാധാരണ ഉഴുന്നിങ്ങനെ അരയ്ക്കുന്ന സമയത്ത് നമ്മുടെ മിക്സിയുടെ ജാറ് പെട്ടെന്ന് ചൂടാകും. അതുകൊണ്ട് നിങ്ങൾ നിർത്തി വേണം അരയ്ക്കാൻ വേണ്ടി. അപ്പോൾ നന്നായിട്ട് നല്ല സോഫ്റ്റായിട്ട് അരഞ്ഞൊന്നും നമ്മുടെ ഉഴുന്ന് മനസ്സിലാവുന്ന എപ്പോഴാണെന്ന് വെച്ചാൽ നല്ലൊരു ഫോം ഇങ്ങനെ മുകളിലോട്ട് വരും. അത് നല്ല പതഞ്ഞ് പൊങ്ങി വരും. അത്രയും നേരം വേണം നമ്മുടെ ഉഴുന്ന് അരച്ചെടുക്കാൻ വേണ്ടി. ഏകദേശം ഒരു 3-4 മിനിറ്റിനുള്ളിൽ തന്നെ നമ്മുടെ ഉഴുന്ന് നന്നായിട്ട് അരിഞ്ഞിട്ട്, അത് നല്ല മിക്സി ആണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ഉഴുന്ന് അരിഞ്ഞ് കിട്ടുന്നതായിരിക്കും. അതപ്പോൾ നമുക്ക് ഒട്ടും തന്നെ വെള്ളമില്ലാത്തൊരു പാത്രത്തിലേക്ക്, അതായത് നന്നായിട്ട് ഡ്രൈ ആയിട്ടുള്ളൊരു പാത്രത്തിലേക്ക് വേണം നമ്മൾ ഒഴിച്ചു വയ്ക്കാൻ വേണ്ടി. അതിനുശേഷം നമുക്ക് അരി അരച്ചെടുക്കാം. അതും അധികം വെള്ളം ഒഴിക്കേണ്ട. ഇഡ്ഡലിക്ക് സാധാരണ നമ്മൾ അധികം ബാറ്ററങ്ങ് വെള്ളം ആവത്തില്ലല്ലോ. അപ്പോൾ ആ ഒരു പരുവത്തിന് നമുക്ക് അരിയും കൂടെ അരച്ചെടുക്കാം. അരി അരയ്ക്കുന്ന സമയത്ത് ഒരു 2 ടേബിൾ സ്പൂണ് ചോറ് കൂടെ നമുക്ക് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഈ അരി അരയ്ക്കുന്ന സമയത്തും നല്ല സോഫ്റ്റായിട്ട് നല്ല തിന്നായിട്ട് വേണം നമുക്ക് അരച്ചെടുക്കാൻ വേണ്ടി. അതിനുശേഷം നമുക്ക് അരിയും ഉഴുന്നും കൂടെ, അതായത് 2 മാവും കൂടെ ഒന്നിച്ച് യോജിപ്പിക്കണം. അതൊന്നുകിൽ നിങ്ങളുടെ കൈ വെച്ച് തന്നെ യോജിപ്പിക്കുക, അതല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ചായാലും യോജിപ്പിച്ചാൽ മതി. ആ സമയത്ത് അതിങ്ങനെ യോജിപ്പിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഇപ്പം തന്നെ അങ്ങ് ചേർത്ത് വയ്ക്കുക. ഇങ്ങനെ നിങ്ങൾ മാവ് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ഇപ്പം നിങ്ങൾ അരി അരയ്ക്കാൻ മറന്നു, ഒരു 7 മണി 8 മണിക്ക് ശേഷമാണ് നിങ്ങൾ അരി അരയ്ക്കുന്നതെങ്കിലും രാവിലെ നന്നായിട്ട് ഫെർമെൻ്റായി കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ ഈ മാവ് ഒരാഴ്ച നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ നമുക്ക് നല്ല സോഫ്റ്റായിട്ടുള്ള ഇഡ്ഡലി ഉണ്ടാക്കിയെടുക്കാനും പറ്റും. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒറ്റൊരു കാര്യമേ ഉള്ളൂ, ഫ്രിഡ്ജിൽ നിന്ന് നമ്മൾ മാവ് എടുത്ത് വെക്കുമ്പോൾ ഏകദേശം 1 മണിക്കൂർ മുമ്പായിട്ട്, അത് നമ്മൾ എപ്പോൾ ഇഡ്ഡലി ഉണ്ടാക്കുന്നു അതിന് ഏകദേശം 1 മണിക്കൂർ മുമ്പായിട്ട് വേണം നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് ഈ മാവ് പുറത്തെടുത്ത് വയ്ക്കാൻ വേണ്ടി. കാരണം അതിൻ്റെ ആ തണുപ്പ് ജസ്റ്റ് ഒന്ന് മാറാൻ വേണ്ടി. അത് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അങ്ങനെ അരച്ചു വെച്ചിട്ടുള്ള മാവാണിത്. ഇത് 4ാമത്തെ ദിവസത്തെ മാവാണ്. ഇതിന് മുമ്പുള്ള 3 ദിവസം ഞാൻ ഇഡ്ഡലിയാണ് ഉണ്ടാക്കിയത്. ബാലൻസ് 4ാമത്തെ ദിവസത്തെ ബാക്കി വന്ന മാവാണിത്. അപ്പോൾ ഇന്ന് ഞാൻ ഇതെടുത്തപ്പോൾ വിചാരിച്ചു എന്നാൽ നിങ്ങളെ കൂടെ ഇത് കാണിച്ചു തരാമെന്നുള്ളത്. കണ്ടില്ലേ, ഇത് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് 1 മണിക്കൂർ മുമ്പ് പുറത്തെടുത്ത് വെച്ചതാണ്. അപ്പോൾ നിങ്ങൾ മാവ് എടുക്കുന്ന സമയത്ത് ഈ സ്പൂൺ വെച്ച് ഫുള്ളായിട്ടിട്ട് ഇളക്കരുത്. നമ്മൾ ഓൾറെഡി ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മാവാണ്. അത് നന്നായിട്ട് ഇളക്കിയൊക്കെ മാറ്റി വെച്ചിരുന്ന മാവാണ്. സോ അതുകൊണ്ട് നിങ്ങൾ ജസ്റ്റ് ആ സ്പൂൺ വെച്ച്, അതായത് തവി വെച്ച് ആ സൈഡിൽ നിന്ന് കുറച്ചെടുത്തിട്ട് നമ്മുടെ ഇഡ്ഡലി തട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നേ ഉള്ളൂ. ഇഡ്ഡലി തട്ട് നേരത്തെ തന്നെ ഞാൻ എണ്ണ തെച്ച് വെച്ചിരുന്നതാണ്. എന്നിട്ട് ഇതിനകത്തേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ ഈ മാവ് കണ്ടില്ലേ, നല്ല അധികം വെള്ളമില്ലാണ്ട് ഈ ഒരു പരുവാണ് കേട്ടോ ഇഡ്ഡലിക്ക് വേണ്ടി. കാരണം ഞാൻ പറഞ്ഞില്ലേ ഉഴുന്നൊക്കെ നല്ല ഫോമായിട്ട്, അത് നല്ല പതഞ്ഞു പൊങ്ങി അധികം വെള്ളമില്ലാണ്ട് തന്നെയാണ് നമ്മൾ അരച്ചെടുത്തത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഇഡ്ഡലി മാവ് ഇങ്ങനെ ഇരിക്കുന്നത്. അത് നിങ്ങൾ തട്ടിൽ ഒഴിച്ചു വിടുന്ന സമയത്ത്
ഒത്തിരി അങ്ങ് ഒഴിച്ചു കൊടുക്കേണ്ടത്, നന്നായിട്ട് പൊങ്ങി വരും. അപ്പോൾ ജസ്റ്റ് അതിൻ്റെ ആ ഒരു ലെവലിൽ വെച്ച് മാത്രം നമ്മൾ ഒഴിച്ചു കൊടുത്താൽ മതിയായിരിക്കും. അപ്പോൾ ബാക്കിയുള്ള മാവ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ട് ഇഡ്ഡലി ഉണ്ടാക്കി കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ ഓർത്തിരിക്കുക, ഇത് 4-ാമത്തെ ദിവസത്തെ മാവാണ്. എപ്പോഴും നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇഡ്ഡലി കിട്ടും എന്നുള്ളതാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ദിവസം 2-ാമത്തെ ദിവസമൊക്കെ മാവ് എടുക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞില്ലേ, സൈഡിൽ നിന്ന് മാത്രമേ എടുക്കാവൂ. തവിയിട്ട് നന്നായിട്ട് ഇളക്കരുത്. അതുപോലെ തന്നെ ഫ്രിഡ്ജിൽ നിന്ന് 1 മണിക്കൂർ മുമ്പ് തന്നെ നമ്മൾ പുറത്തേട്ട് എടുത്ത് വെക്കുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് ഇത് ഇഡ്ഡലിയാക്കി ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ കണ്ടില്ലേ, ഇഡലിയിൽ നിന്ന് നന്നായിട്ട് ആവിയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ഇഡലി നന്നായിട്ട് വെന്തോ എന്നുള്ളത്. വെന്തെന്നറിയാൻ വേണ്ടി ജസ്റ്റ് ഒരു സ്റ്റിക്ക് ഇട്ടൊന്ന് കുത്തി നോക്കിയാൽ മതി. അപ്പം ഒട്ടും തന്നെ ഒട്ടിപ്പിടിച്ചില്ലെന്നുണ്ടെങ്കിൽ നന്നായിട്ട് വെന്തു എന്നാണ് അർത്ഥം. കണ്ടില്ലേ, നല്ലതായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് നമ്മുടെ ഇഡലി. ഇതാ കണ്ടില്ലേ. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. തണുത്തതിന് ശേഷം നമുക്ക് പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാവുന്നതാണ്. കണ്ടില്ലേ നമ്മുടെ ഇഡലി എത്രത്തോളം സോഫ്റ്റ് ആണെന്നുള്ളത്. ഇത് പിടിക്കുമ്പോൾ തന്നെ കണ്ടില്ലേ, നന്നായിട്ട് താന്നു പോകുന്നുണ്ട്. ഇതിപ്പോൾ ചൂടായതുകൊണ്ടാണ് ശരിക്കും പിടിക്കാൻ പറ്റാത്തത്. അപ്പം ഞാൻ ഒന്ന് എടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ശരിക്കും ഇഡലി നമ്മൾ ജസ്റ്റ് ഒന്ന് ചൂടാറിയതിന് ശേഷം എടുക്കുന്നതായിരിക്കും നല്ലത്. അങ്ങനെ ചൂടാറിയതിന് ശേഷം നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ തട്ടിൽ നിന്ന് ശരിക്കും തന്നെ ഇത് വിട്ടുപോരും. ചൂടോടെ തന്നെ എടുക്കുമ്പോൾ കുറച്ചൊക്കെ ആ ഇഡലിയുടെ അടിഭാഗം ജസ്റ്റ് ഒന്ന് അവിടെ പറ്റി പിടിച്ചിരിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എപ്പോഴും ജസ്റ്റ് ഒന്ന് ചൂടാറിയിട്ട് എടുക്കുന്നതായിരിക്കും നല്ലത്. ഞാനിപ്പോൾ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയാണ് ചൂടോടുകൂടി തന്നെ എടുക്കുന്നത്. കണ്ടില്ലേ, ഇതിൻ്റെ സോഫ്റ്റ്നെസ് കാണിച്ചു തരാൻ വേണ്ടിയാണ്. നമ്മൾ പിടിക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും അത്രയ്ക്ക് സോഫ്റ്റാണെന്നുള്ളത്. കണ്ടില്ലേ, ഞാൻ ഇതൊന്ന് മുറിച്ച് കൂടെ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ശരിക്കും അത് മനസ്സിലാവും. കണ്ടില്ലേ, തൊടുമ്പോൾ തന്നെ നല്ല സോഫ്റ്റാണ്. അതിനകം തന്നെ കണ്ടില്ലേ, നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്. കണ്ടില്ലേ. അപ്പോൾ ഇത് 4-ാമത്തെ ദിവസത്തെ മാവെന്ന് ഒട്ടും തന്നെ പറയില്ല, അത്രയ്ക്ക് സോഫ്റ്റായിട്ടാണ്. ഞാനിപ്പോൾ സാധാരണ ഇപ്പോൾ ഒരാഴ്ചത്തേക്കാണ് അരിമാവ് അരച്ച് വെക്കാറുള്ളത്. അപ്പോൾ എനിക്കിത് പറഞ്ഞു തന്നത് തമിഴ്നാട്ടിലുള്ള എൻ്റെ ഫ്രണ്ടുണ്ട് വിജിലിൻ, പുള്ളിക്കാരിയാണ് ഇത് എനിക്ക് പറഞ്ഞു തന്നത്. അപ്പോൾ അവിടെയുള്ളവരൊക്കെ സാധാരണ ഇങ്ങനെ ഒരാഴ്ചത്തേക്കുള്ള അരിമാവ് അരച്ച് വെക്കാറാണ് പതിവെന്നാണ് പറഞ്ഞത്. അവർ സാധാരണ ഗ്രൈൻഡറിനകത്താണ് അരയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് മിക്സിയിലും ഇതുപോലെ നന്നായിട്ട് തന്നെ അരച്ചെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് വേണം 2-3 ദിവസത്തേക്കുള്ള മാവ് ഇതുപോലെ അരച്ച് വെക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് നല്ല സോഫ്റ്റായിട്ടുള്ള ഇഡലി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ നമുക്ക് പുറത്തുനിന്നുള്ള അരിമാവ് വാങ്ങേണ്ട ആവശ്യം തന്നെ വരത്തില്ല. ആ പുറത്തുനിന്ന് നമ്മൾ വാങ്ങുന്ന അരിമാവ് തന്നെ ആയാലും ഇത്ര സോഫ്റ്റായിട്ടും നമുക്ക് കിട്ടാറില്ല. ആദ്യത്തെ ദിവസമൊക്കെ കിട്ടാറുള്ളൂ. 2-ാമത്തെ ദിവസം 3-ാമത്തെ ദിവസമൊക്കെ അങ്ങ് ശരിക്കും നല്ല ഹാർഡായിട്ടാണ് നമ്മുടെ ഇഡലി കിട്ടാറുള്ളത്. ഞാൻ അങ്ങനെ വാങ്ങിച്ച് നോക്കിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ രീതി ഫോളോ ചെയ്തുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റായിട്ട് തന്നെ നമുക്ക് ഇഡലി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് തീർച്ചയായിട്ടും എന്നോട് അഭിപ്രായം പറയണം. അതുപോലെ നിങ്ങളൊന്ന് ജസ്റ്റ് ഒരു തവണയെങ്കിലും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കും ഇഡലിയുടെ ആ ഒരു എന്താ പറയുക, ഒരു നല്ലൊരു വ്യത്യാസം തന്നെ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് അഭിപ്രായം തീർച്ചയായിട്ടും എന്നോട് പറയണം. അതുപോലെ തന്നെ ഇന്നത്തെ എൻ്റെ റെസിപ്പി, അതായത് ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ മറ്റുള്ളവർക്കൊന്ന് എൻ്റെ ചാനലിനെ പറ്റി പറഞ്ഞു കൊടുക്കാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ സൈഡിലുള്ള കുഞ്ഞു ബെൽ ബട്ടൺ അമർത്താനും മറക്കല്ലേ. അപ്പോൾ ഇതുപോലത്തെ പുതിയ പുതിയ വീഡിയോകളും പുതിയ പുതിയ റെസിപ്പികളായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.